ഹലോ, ഞാൻ ലിപില്ലി. അപ്പം ഞാനിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മലയാറ്റൂർ നക്ഷത്ര തടാകം കാണാൻ പോയി. അപ്പോൾ പോണ വഴി എന്ന് പറഞ്ഞാൽ അങ്കമാലി ടു തുറവൂരിൽ നിന്ന് മറ്റേ തുറവൂരിൽ നിന്നൊരു വഴിയുണ്ട്. ആ വഴിയാണ് ഞാൻ പോയത്. അതായത് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ്. കാരണം മുമ്പ് അവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തോ ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. അതായത് ഇപ്പോൾ തിരക്കുള്ള സമയമല്ലേ, അത് കാരണം ചെക്ക് പോസ്റ്റ് ഇല്ലെന്ന് തോന്നണം. എന്തായാലും വഴിയിൽ കയറി. അതായത് കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് രാത്രി തന്നിക്ക് വണ്ടി ഓടിച്ച് പോകും. തന്നിക്കല്ല പറയും കൂടെയും സൈഡിൽ കൂടെയൊക്കെ വണ്ടികൾ വേറെ വന്നുണ്ടായി. അപ്പോൾ എന്തായാലും രാത്രി നമുക്ക് വണ്ടി ഓടിച്ച് പോകാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് ഈ സംഭവം. നല്ല വഴി, നല്ല റോഡും. പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഓപ്പോസിറ്റ് വരണവന്മാർ ഹെഡ്ലൈറ്റ് ഡിം ചെയ്ത് തരില്ല. അതാണ് ഒരു പ്രശ്നമുള്ളത്, ഒറ്റ ഒരു പ്രശ്നമുള്ളൂ. കാരണം ഇത് നല്ല സൂപ്പർ റോഡാണ്. നമ്മൾ കൈ കൊടുത്ത് കയറി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കണ്ട ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യില്ല ഒരുത്തരും. പക്ഷേ അപ്പോൾ പിന്നെ നമ്മളുടെ വണ്ടിയിൽ ഹെഡ്ലൈറ്റൊക്കെ ഉണ്ട്. ഞാനും ഹെഡ്ലൈറ്റ് അത് കാരണം ഞാൻ ഡിം അടിക്കാറേ ഇല്ല. കാരണം ഞാനും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഫുള്ളും ബ്രൈറ്റ് ആക്കിയിട്ട് ഞാൻ വണ്ടി ഓടിക്കാറ്. എതിരെ വന്നവൻ ഓഫാക്കി തന്നാൽ ഞാൻ ഓഫാക്കും. ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളാണ്. എന്തായാലും വഴി എന്ന് പറഞ്ഞാൽ കിടിലം വഴി, കാടിൻ്റെ ഉള്ളിൽ. പിന്നെ അങ്ങനെയൊക്കെയാണ് മറ്റേ മലയാറ്റൂർ പോണ വഴി. പിന്നെ വേറെ പ്രത്യേകിച്ച് എനിക്ക് ഒരു ഫീലും, അതായത് ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി ഉണ്ട്. അതായത് മലയാറ്റൂർ ഞാനിപ്പോൾ ഫോറസ്റ്റിൽ കയറിയ വഴി തന്നെ വീഡിയോ ഓണാക്കിയതാണ്. അപ്പോൾ കുറച്ച് വഴിയും കൂടി ഉണ്ട്. എന്തായാലും കുഴപ്പം ഏകദേശം 1,00,000 അടുത്ത് ലക്ഷക്കണക്കിന് നക്ഷത്രം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. കാരണം ചവറ് അതെങ്ങാണ്ട് കിലോമീറ്ററോളം ഉണ്ട് ആ ചിറ. അപ്പോൾ പിന്നെ ചിറയ്ക്ക് ചുറ്റും ലക്ഷക്കണക്കിന് 1,00,000 അടുത്തൊക്കെ നക്ഷത്രങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ബൾബും നക്ഷത്രമാകുമ്പോൾ എന്തായാലും അത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും നേരിട്ട് അറിയേണ്ട ഒരു സംഭവമുണ്ട്. പിന്നെ അവിടെ നക്ഷത്ര തടാകത്തിൽ അതിപ്പോൾ കാണികളെ സ്വീകരിക്കാൻ വേണ്ടി മറ്റേ ഒരുപാട് ഈ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യന്ത്രൂഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. എന്തായാലും വന്ന് നോക്കിയാൽ സമയം പോണത് അറിയില്ല. പിന്നെ ഈ പ്രാവശ്യം കണ്ട് അവിടെ ഏത് സാധനത്തിൽ കയറിയാലും 100 രൂപ വെച്ചാണ് ഒരാൾക്ക് എടുക്കുന്നത്. അത് കൊച്ചു പിള്ളേരായാലും 100 രൂപയെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ 20 ഉണ്ടായുള്ളൂ, പിന്നെ 30 പിന്നെ 40, പിന്നെ 60, 50 അങ്ങനെയൊക്കെ കയറി വരാം. ഓരോ കൊല്ലം കഴിയാൻ തോറും. കാരണം ഭയങ്കര തിരക്കാണ് ഇപ്പോഴും. അതായത് ഇന്ന് പോയിട്ട് പോലും ഭയങ്കര തിരക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനും മാത്രം അതായത് ഈ കഴിഞ്ഞ കൊല്ലം കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ കൊല്ലത്തിലുള്ളത്. വേറെ മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്തായാലും മറ്റേ ജനുവരി 1 എന്തായാലും അവിടെ ഒരു ക്രിസ്മസ് പപ്പാനീനൊക്കെ കത്തിക്കുന്നുണ്ട്. കാരണം വലിയൊരു പപ്പാനിയുടെ ഫോട്ടോ രൂപമൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാം. ഈ സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് പിള്ളേർ ചേർന്ന് ആ ശരിക്കും ഉണ്ടായിരിക്കുന്ന ഞാൻ കേട്ടറിഞ്ഞാണ്. അതായത് ശരിക്കും ഈ 2-3 പിള്ളേർ വട്ടം കൂടി നിന്നപ്പോൾ അവിടെ വെറുതെ സ്റ്റാർ ഇട്ട് തുടങ്ങിയതാണ്. അതാണ് ഇന്ന് കാണുന്ന നക്ഷത്ര തടാകം ഫെസ്റ്റ് എന്നും പറഞ്ഞ് അവിടെ ചെയ്യുന്നത്. എന്തായാലും കുറച്ച് ദൂരം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അവിടേക്ക് എത്താൻ. എന്തായാലും പോവാണ്. റോഡ് നല്ല കിടിലൻ റോഡാണ്, ഒന്നും പറയാനില്ലാത്ത റോഡ്. അതായത് കൈ കൊടുത്ത് സ്മൂത്തായിട്ട് പോകുന്ന റോഡാണ്. ഇതിലൊക്കെ തന്നേക്ക് ഓടിക്കണ ഒരു സുഖമുണ്ട് ഈ റോഡിൽ കൂടെയൊക്കെ. ഞാൻ ചിലപ്പോൾ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിടും. കാരണം ആ കാടിൻ്റെ ആ ഇരുട്ടും ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാനത് മിക്കപ്പോഴും ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം. ഇനിയും കുറച്ച് വഴിയുണ്ട്. എല്ലാം പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. കാരണം എൻ്റെ ക്യാമറയാണെങ്കിൽ ബ്ലറാവുന്നുണ്ട്. കാരണം ഫോണിലെ ക്യാമറയിലാണ് ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ട് ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ബ്ലറാവുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ ശ്രമമല്ലേ, നിങ്ങൾ ക്ഷമിക്കുക. ഇത് കണ്ട ഹെഡ്ലൈറ്റ് കത്തിച്ചിട്ടിട്ട് തന്നെ ഒരുത്തനും ഓഫ് ചെയ്ത് തരില്ല. വേണ്ട, നമ്മൾ ഓഫ് ചെയ്യില്ല അത്ര തന്നെ. ആ സമയം ഓഫ് ചെയ്ത് തന്നെ ആൾക്ക് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓഫ് ചെയ്യരുത്, പൊക്കോ. ഓഫ് ചെയ്യാണ്ട് പോയാൽ ഓഫ് ചെയ്യാണ്ട് ഞാനും പോവും.
അല്ലാണ്ട് വേറെ ഒന്നും വഴിയില്ല. അത് ചെയ്തണ്ട ആ വഴിയുടെ ഇരുട്ടൊന്ന് ആസ്വദിക്കാൻ വേണ്ടി ഓഫ് ചെയ്താ. ഈ പുള്ളി എനിക്ക് ഓഫാക്കി തന്നു, അത് കാരണം ഞാൻ ഓഫാക്കി. എൻ്റെ ഡിം ലൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ മഞ്ഞ കളറിലാണ്, അതാണ് മഞ്ഞ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കത്തുന്നത്. ഇവനും ബ്രൈറ്റ് ഇട്ടു, ഞാനും ബ്രൈറ്റ് ഇട്ടു. ഓഫാക്കില്ല, എതിരെ ഓഫാക്കി തന്നാൽ ഞാൻ ഓഫാക്കി തരും. ഇപ്പോൾ വേറെ വണ്ടികളിൽ ഞാൻ ഓഫാക്കി. അപ്പോൾ അവനൊന്ന് ലൈറ്റ് ഒന്ന് മിന്നിച്ചു, പക്ഷെ നമ്മളത് വിട്ട് കളഞ്ഞു. ഇനി വേണ്ട, അവൻ ബ്രൈറ്റ് ഇട്ടു, ഞാനും ബ്രൈറ്റ് ഇട്ടു. അപ്പോൾ ഒരു കുഴപ്പമില്ല. വേഗം വാ ബ്രൈറ്റ് ഇട്ടുണ്ട്, വേഗം വാ. എൻ്റെ വണ്ടിക്കും വെട്ടമുണ്ട്. കണ്ട ഇത് കണ്ട, വഴിയൊക്കെ നല്ല സൂപ്പർ വഴി. അതേപോലെ തന്നെ ഇരുട്ട്, ചുറ്റും മരങ്ങൾ, കാട്. എന്താ ഇത് ഒരിക്കലെങ്കിലും ഈ വഴി കൂടെ വരണോട്ടെ. നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ വരണം, കാരണം സെറ്റപ്പ് സ്ഥലമാണ്. കിടിലം റോഡും കിടിലം വ്യൂവും. അതൊക്കെ കാലത്തൊക്കെയാണ് കണ്ടില്ല, ഒന്നും കൂടിയും നല്ല കളറാവും. അതായത് ഈ റോട്ടിൽ കൂടെ ഇനി മറ്റേ എവിടെ മുന്നൂർപ്പള്ളി പോണ വഴിയുണ്ട്. എനിക്ക് ആ വഴി ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആ വഴി എനിക്ക് ഇനി ഒരു ദിവസം പോകണം. എന്തായാലും ഞാൻ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു കാനനപാത എന്ന് പറഞ്ഞിട്ട് കോതമംഗലത്ത് കണ്ട് നിന്ന് കയറുന്നത്, ആ വഴി കൂടെ ഞാൻ പോയുള്ളത്. ഇവിടെ നിന്ന് നക്ഷത്ര തടാകം തുടങ്ങാണ്. അതായത് സൈഡൊക്കെ നല്ല ഫുൾ, അതായത് 2 ലെയർ കണ്ട നക്ഷത്രം തൂക്കിക്കുന്നത്. ഇതാണ്ട ഈ കാണുന്നതാണ് നക്ഷത്ര തടാകം. ഞാൻ പറഞ്ഞ സൈഡ് എടുത്താൽ പിന്നെ ഒന്നുകൂടി കയറാമെന്ന് വിചാരിച്ച്. അതായത് ക്യാമറ എടുത്ത് നിന്ന് വീഡിയോ ഒന്ന് മൊത്തത്തിൽ കയ്യിൽ പിടിച്ച് തരണമല്ലോ. അതായത് ഞാൻ മൊത്തം വ്യൂ ആയിട്ട് കാട്ടിത്തരാം. അത് പറ്റൂല, കാരണം ഒറ്റ കൈ കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം വീട് അവിടെ വെച്ച് പോവാണ്. എന്തായാലും നിങ്ങളിങ്ങനെ കണ്ടു നോക്ക്. ബുദ്ധിമുട്ട് ഞാൻ വരും ദിവസങ്ങളിൽ ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം വേറൊരു സെറ്റപ്പൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റൂല, പറയാൻ പറ്റൂല ഒന്നും. ഇതൊക്കെ ഞാൻ സൈഡ് ഒതുക്കിയതാണ്, കാരണം എന്തോ ഒരു ഇത് തോന്നി, കാരണം മൊത്തം ഒരു വ്യൂ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടേ. ഇതാണ് ശരിക്കും നക്ഷത്ര തടാകം. അതായത് ഒരു സൈഡിൽ മാത്രമേ മറ്റേ സീരിയൽ ലൈറ്റൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ളൂ, ഇപ്പുറത്തെ സൈഡിലില്ല. പക്ഷേ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, കാരണം അപ്പുറത്തെ വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് മാർബിളും മറ്റേ ടൈലൊക്കെ വിരിച്ചിരിക്കുന്ന ഒരു റോഡാണ്. അത് കാരണമായിരിക്കും ചിലപ്പോൾ അതിൽ കൂടെ കൂടുതൽ കാണികൾ കയറാൻ വേണ്ടിയായിരിക്കും, കൂടുതൽ ആൾക്കാർ കയറാൻ വേണ്ടിയായിരിക്കും ആ സൈഡിലൊക്കെ ലൈറ്റ് ഇട്ടത്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാട്ടോ, അന്യായ ബ്ലോക്കാണ്. അതായത് ഈ കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കോടിക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ ദിവസങ്ങളിലായിട്ട്. ഇന്നിപ്പോൾ 27-ാം തീയതിയാണ്. 27-ാം തീയതി ആയിട്ടും ഇമാതിരി തിരക്കാണ് ഈ കാണുന്നത്. ഇതാണ്ടാ നമ്മളിവിടെ എത്തി. അപ്പോൾ ഒരു പോലീസുകാർ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വേണ്ട, അപ്പോൾ വളച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഹായും പറഞ്ഞ് വളച്ചെടുത്ത് നമ്മൾ തിരിച്ച് ആ വഴി തന്നെ പോയിട്ട് അപ്പുറത്തെ കൂടെ കറങ്ങി വരാൻ വേണ്ടിയാണ് എൻ്റെ ഉദ്ദേശം. അതെന്തായാലും കിട്ടും. ഇനിയിപ്പോൾ വന്ന വഴി തന്നെ, അതായത് എന്തായാലും ആൾക്കാർ കുറേ വന്നുകൊണ്ടിരിക്കുക, പോയാലും വന്നുകൊണ്ടേയിരിക്കുന്നു കുറേ പേര്. എന്തായാലും പോട്ടെ. എന്തായാലും സംഭവം നല്ല കളർഫുള്ള് സംഭവമായിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ട നക്ഷത്രങ്ങൾ, ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് 4 കിലോമീറ്റർ, എനിക്ക് ശരിക്കും അറിയില്ല, എന്തായാലും കിലോമീറ്ററോളം ആ മറ്റേ ചിറ ചുറ്റണം, അത്രയും വഴിയുണ്ടത്. കാണിച്ചാലും കുറച്ചുകൂടി പോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ ഓപ്പോസിറ്റ് വഴി കൂടെ നമ്മൾ പോകാൻ നോക്കണേ. ഞാനിത് 1 വേ ആണെന്ന് വിചാരിച്ചേ, പക്ഷെ 1 വേ അല്ല.
കുറച്ചും കൂടി ഉണ്ട്, പോട്ടെ. ഇനിയുണ്ട്. ഞാൻ ഒന്നുകൂടി നിർത്തി ഒരു വ്യൂ തരാം. കാരണം ആ സൈഡിൽ ആ സീരിയൽ ലൈറ്റ് കിട്ടണ ഒരു വ്യൂ അന്നേരം കാണാൻ പറ്റണമെന്ന് ക്ലിയർ ആവണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എന്നെക്കൊണ്ട് എടുക്കാവുന്ന രീതി ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു വെച്ചു. ആയിക്കോട്ടെ, ഒരു പയ്യന് ഒതുങ്ങി വന്നിട്ടുണ്ടായി. അപ്പോൾ പിന്നെ അവനൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. അതിന് വീണ്ടും എടുത്തു. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് സൈഡിലൊക്കെ സീരിയൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അറ്റത്തെ ദീപം കണ്ട് തീർന്നു ഏതാണെന്ന് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല കേട്ടാ. കാരണം നമ്മൾ നേരത്തെ കയറി കൊടുത്ത് നമ്മൾ സീരിയൽ ലൈറ്റ് കണ്ടല്ല. ഇപ്പൊക്കെ ഉണ്ട്, നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നക്ഷത്രത്തല ഒരു ഫെസ്റ്റായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം ഒരുപാട് അവിടെ ഈ ലൈവ് സ്റ്റോളുകൾ കുറേയുണ്ട്. അതായത് ഈ ബജ്ജി കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ, അവർക്കൊക്കെ നല്ല കോളം. ഒരു ബജ്ജി കട തുടങ്ങിയാലും ഈ സമയത്ത് അവിടെ മുടിഞ്ഞ കച്ചവടമായിരിക്കും. കാരണം ഈ പറഞ്ഞവരൊക്കെ എന്തായാലും അവിടെ കയറും, എന്തായാലും കടകളിൽ കയറുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഐസ്ക്രീം വണ്ടികൾ, അങ്ങനെ കുറേയും കച്ചവടക്കാർ അവിടെ ഉണ്ട്. പിന്നെ ഈ ഹിന്ദിക്കാർ മറ്റോണം റോഡ് സൈഡിലൊക്കെ ഇട്ട് വിൽക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ കുറേ ഞാൻ കണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വഴി കൂടെ പോകുന്നു വിചാരിച്ച്. കാരണം ഈ വഴി ബ്ലോക്ക് ആക്കിയില്ല. അന്ന് ആ കയറിനടുത്ത് ഒരു സൈൻ ബോർഡ് വെക്കാം, ഇത് വൺ വേ ആണ്, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇതിൽ കൂടെ പ്രവേശനമില്ലെന്നും പറഞ്ഞൊക്കെ ഒരു ബോർഡ് വെക്കാം. പക്ഷേ അതൊക്കെ എന്തോ നോക്കാം. പിന്നെ ഈ വഴി പോണവർക്ക് കുറേ പേർക്ക് അറിയായിരിക്കും. കാരണം എന്തായാലും അവിടെ തടയുന്നു. കാരണം അത്രയും തിരക്ക് അവിടെ വരാണ്. ഈ യന്ത്രൂഞ്ഞാലിൻ്റെയും സംഭവത്തിൻ്റെ ഒക്കെ അവിടെ ഭയങ്കര തിരക്ക് വരും. അപ്പോൾ പിന്നെ അതൊക്കെ ജഡ്ജ് ചെയ്യണമായിരുന്നു. പിന്നെ നമുക്കത് പറ്റിയില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു റൗണ്ട് അടിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കയറി. ഇങ്ങനത്തെ റോഡിൽ കൂടെ വരുമ്പോഴായാലും കുറേ പേര് ഈ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരുമെന്ന്. എനിക്ക് അതാണ് കലി കയറുന്നത്. കാണിച്ചു തരാം. അത് ഇതാണ്ടാ, മുമ്പിൽ കൂടെ വരണവൻ ഒരെണ്ണം പോലും ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യില്ല, ഡിം ചെയ്യില്ല. നമ്മൾ ഡിം ചെയ്തിട്ട് ഇപ്പോൾ ഓടിക്കണേ. പക്ഷേ ഈ ഓപ്പോസിറ്റ് വന്നവൻ ബ്രൈറ്റ് ഇട്ട് വരുമ്പോൾ നമ്മളും ബ്രൈറ്റ് ആക്കും. ഈ വന്ന കാറുകാരൻ ഡിം അടിച്ചിട്ട് വന്നെ. അപ്പോൾ പിന്നെ ഞാനതുകൊണ്ട് തന്നെ എൻ്റെ ഡിമ്മ് ഞാൻ ബ്രൈറ്റ് ആക്കിയില്ല. പൊക്കോ മാന്യത കാട്ടിയാൽ നമ്മളും തിരിച്ചു മാന്യത കാട്ടും. അത് ആരോടായാലും. ഇതേ ഒരു വ്യൂ കൂടിയും തരാം. പക്ഷേ പറ്റില്ല, കുറച്ചും കൂടിയും അടുത്തെത്തണം. എന്നാലാ ഇത് ഒരു സൂമിങ്ങും കാര്യങ്ങളും കിട്ടുള്ള. നീ അവിടെ നിൽക്ക്, ഞാൻ പോട്ടെ. സൈഡൊക്കെ ഫുള്ള് നക്ഷത്രങ്ങൾ. അതായത് ഇതൊക്കെ കത്തിക്കാനുള്ള ജനറേറ്റർ ആയിരിക്കുള്ളൂ. പക്ഷെ ഇത്രയും ലോഡ് താങ്ങുമെന്ന് എനിക്ക് താങ്ങാണ്ട് പറ്റില്ലല്ലോ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ബ്ലോക്ക്. ഇവിടെ ഒരു വ്യൂ കിട്ടും, ചെറുതായിട്ട് കിട്ടും. പക്ഷെ ഞാൻ സൂം ചെയ്തിട്ട് എടുത്തേ. ഇതാണ് യന്ത്രൂഞ്ഞാലും ആ സംഭവങ്ങളൊക്കെ. ആ യന്ത്രൂഞ്ഞാലും ആ കാര്യമാണ് നടക്കുന്നത്. യന്ത്രൂഞ്ഞാൽ, അതേപോലെ തന്നെ മറ്റേ വഞ്ചി, അതൊക്കെ ഉണ്ട്. ഇത് എന്തിട്ടാ ജനുവരി 1 കത്തിക്കാനുള്ള പപ്പാനി. അവിടെ നിന്ന് പോയി ഞാനിവിടെ എത്തി, എൻ്റെ അറ്റത്തെത്തി. അല്ല, കുറച്ചും കൂടി പോകണം. ഇപ്പോഴേ വണ്ടികൾ ഇവിടെ ക്യൂ ആണ്. അതായത് 1.5 വണ്ടികളെ വന്നെന്ന് പറയും. ഞാൻ എന്തായാലും ഇനി വണ്ടി കൊണ്ട് പോണത് ഉത്തമമല്ല.
അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ച് വണ്ടി പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചേ. പക്ഷേ കുറച്ചും കൂടി മുമ്പോട്ട് പോവും, അതുകൂടി പോട്ടെ എന്ന് വിചാരിച്ചു. പോട്ടെ. എന്തായാലും ഞാൻ വണ്ടി നിർത്തി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇത് നടക്കണം. വഴി കയറി, അതായത് എൻട്രൻസ്, നക്ഷത്ര തടാകത്തിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. അതിൽ കൂടെ കയറി മൊത്തം ലൈറ്റ് ഇട്ടിട്ട് ചെയ്ത് നടക്കുന്ന സംഭവമാണ് ഈ സംഭവം. ഇനി സൈഡ് വ്യൂ ഒക്കെ തരാം. വേണ്ട, ഏക്കർ കണക്കിനാണ് ഈ സാധനം ലൈറ്റ് ഇട്ടുന്നത്, ഏക്കർ കണക്കിന്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ വരുമ്പോൾ. നമ്മൾ ഈ എല്ലാ കൊല്ലം നമ്മൾ കാണുന്നതാണ്, നമുക്കത് ഇത്ര പുതുമയൊന്നുമില്ല. പക്ഷേ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് അന്താളിച്ച് നിൽക്കാനുള്ള എല്ലാ സംഭവവും ഇതിലുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇവിടുന്ന് ഞാൻ ഇറങ്ങി. ഇനി കാരണം 11:20 അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തു, സീരിയൽ ലൈറ്റും എല്ലാ നക്ഷത്രവും ഓഫാക്കി. അപ്പോൾ ഞാൻ തിരിച്ചെന്തായാലും ഇറങ്ങിയപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒറ്റയ്ക്ക് പോണ ഒരു സംഭവമാണ് ഈ കാണുന്നത്. കാടെന്ന് പറഞ്ഞാൽ ഒരു അന്യായ ഒരു ഫീലായിരുന്നു ഒരു വഴി. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ആ കാടിൻ്റെ ആ ഇരുട്ടും ആ സംഭവങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി തന്നെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തത്. കൊള്ളാം, എന്തായാലും ഞെരി സാധനമാണ്. ഇപ്പോൾ വേറെ വണ്ടികളില്ല, റോഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു പുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട്, അതായത് മറ്റേ ഇവിടേക്ക് പോണത് ഏതാ, അതിരപ്പള്ളിയിലേക്ക് പോണ വഴി. ഇവിടുന്ന് റൈറ്റ് തിരിയുമ്പോൾ അതിരപ്പള്ളി. അവൻ ഈ സമയത്ത് എന്തിനാ അവിടേക്ക് പോയതെന്നൊരു പിടുത്തവും ഇല്ല. കാരണം മടിച്ച് മിന്നിച്ചവൻ പോയത്. എന്തായാലും ചിലപ്പോൾ പകുതി ദൂരം എത്തുമ്പോൾ തിരിച്ചു വരും. കാരണം എന്തായാലും അവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ രാത്രി ആ വഴി കൂടെ പോകാൻ പറ്റില്ല, അതെനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഫോറസ്റ്റ് അല്ലേ, ചെക്ക് പോസ്റ്റുകൾ കുറേ ആണെന്ന് പറഞ്ഞൂടാ. എന്തായാലും ചെക്ക് പോസ്റ്റ് ഉണ്ടാവും, ഒരെണ്ണമല്ല, ഉണ്ടാവും അവിടെ. എന്തായാലും നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് എടുത്ത് നമുക്ക് എന്തായാലും അങ്കമാലിക്കാണ്. അപ്പോൾ ഈ വഴി തന്നെ പോകണം. ഇതാണ്ടാ നൈറ്റ് കാട്, ആ ഫീലൊന്ന് വേറെ തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത ഫീലാണത്. ഹെഡ്ലൈറ്റ് ഓഫ് വേണ്ട, ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യണ്ട, ഞാൻ ഓഫ് ചെയ്യില്ല, അത്ര തന്നെ. ഈ വഴിയൊക്കെ, അതായത് ഈ ഫോറസ്റ്റ് ഏരിയയൊക്കെ ഞങ്ങൾ ഒരു തവണ, അത് ഇപ്പോഴൊന്നുമല്ല, കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 2015 2018 ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ രാത്രി നടന്നു പോയതാണ് ഈ മല കയറാൻ വേണ്ടി. മല കയറാൻ വേണ്ടി രാത്രി നടന്നു പോയതാണ്. അതൊക്കെ അന്യായമായിരുന്നു, നല്ല രസമായിട്ട്. അതായത് ആ നടന്നപ്പോൾ ഇത്രയും വഴി ഉണ്ടെന്ന് ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഇവിടെ കേരളത്തിൽ, അതായത് ഇവിടെ അങ്കമാലി എറണാകുളത്തു നിന്നൊക്കെ ആൾക്കാർ മറ്റേ വേളാങ്കണ്ണിയിലേക്കൊക്കെ നടന്നു പോകണ്ടല്ല, അതേപോലെ തന്നെ ശബരിമലയിലേക്കൊക്കെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ നടന്നു പോയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ പിന്നെ നടക്കുമ്പോൾ അതങ്ങോട്ട് തോന്നല്ല, ഇത്രയും വഴി പോകാനുണ്ടെന്നോ കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നിയില്ല അന്ന്. എന്തായാലും നല്ലൊരു വഴിയും കാര്യങ്ങളൊക്കെയാണ്. പോണ വഴി ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ പോകാറുള്ളൂ. ലൈറ്റ് ഓഫ് ചെയ്തല്ല, ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്യും. കാരണം ആ വഴിയൊന്ന് ഇരുട്ടൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. എന്തായാലും ഇതിപ്പോൾ കിടിലം വ്യൂ കേട്ടോ. ഈ സൈഡിലുള്ള മറ്റേ നക്ഷത്രമൊന്നുമല്ല കേട്ടോ, മീഡിയൻ്റെ മറ്റേ എന്നിട്ട് ആ സ്റ്റിക്കറിനൊരു ഇത് പറഞ്ഞിട്ടില്ലോ, എനിക്ക് ആ പേര് കേട്ടുള്ള റിഫ്ലക്ടർ ഈ സൈഡിലൊക്കെ കാണുന്നത്, നക്ഷത്രമല്ല. എന്തായാലും ഇനി ഞാൻ എന്തായാലും ഫുള്ളും വീഡിയോ എടുക്കല്ല, കാരണം ഫുള്ള് എടുത്താൽ ഇത് ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്തു. ഈ കാണുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ അടിയിലുള്ള മറ്റേ ഫോഗ് ലൈറ്റാണ്. അത് വേറെ സെപ്പറേറ്റ് സ്വിച്ച് ആയ കാരണം അത് ഓഫ് ചെയ്യാൻ 2 ഇതായിട്ട് ചെയ്യണമല്ലോ, അത് കാരണം ഞാനത് ഓഫ് ചെയ്യാത്ത. ഈ വന്ന കാറുകാരൻ ലൈറ്റ് ഡിം ചെയ്താണ് വന്നത്, അത് കാരണം ഞാൻ ലൈറ്റ് ഡിം ചെയ്തു. നമ്മൾ മാന്യത കാട്ടണവർക്ക് നമ്മൾ തിരിച്ചു മാന്യത കാട്ടണമല്ലോ, അത് ഞാൻ കാട്ടും. ഇവിടെ എവിടെയാ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ, അത് കാണുകയാണെങ്കിൽ ഞാൻ കാട്ടിത്തരാം. എനിക്ക്
ആ, നോക്കാം. ഞാൻ അത്രയും എടുത്തിട്ടുണ്ടോയെന്ന് സംശയമാണ്. ഇല്ല, എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ചെക്ക് പോസ്റ്റ് സാധാരണ ഈ എന്താ ഈ എന്നിട്ട് ഈ ഈസ്റ്റർ ദുഃഖമില്ല ആ സീസണൊക്കെ വരുമ്പോഴല്ല ആ ചെക്ക് പോസ്റ്റ് അടച്ചിടാറ് ചെയ്യാറ്. കാരണം അവർ അതിൽ കൂടെ പോണവരെ ചോദിച്ച് ഡീറ്റെയിൽസൊക്കെ വാങ്ങിയിട്ട് അവർ കടത്തി വിടാറുള്ളൂ. ഇപ്പോൾ പക്ഷേ ഈ ഈ ക്രിസ്മസിൻ്റെ സീസൺ ആയ കാരണം അവിടെ ഇല്ല. കാരണം അമ്മാതിരി